ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മിനിക്കോയിലത്തെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഇന്ന് ഷിപ്പ് ഇവിടെ വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മുത്തമ്മാൻ്റെ മോള് ഇതാ അമ്മ ഇവിടെ ഉണ്ട്. ഞാൻ തിരക്കായതുകൊണ്ട് ഇവിടെ എത്താറുണ്ട്, പക്ഷേ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഫുസി, ഇതാണ് എൻ്റെ ഇത് അമ്മ കിട്ടി. കെൻസ എവിടെ? കെൻസേ വേടാ, മമ്മിൻ്റെ വ്ളോഗിലില്ലാതെ മിനിക്കോയി വന്നിട്ട്. ഇതാണ് നമ്മുടെ കെൻസ് കുട്ടി. മമ്മി ഇന്ന് പോകൂട്ടാ. അപ്പോൾ ഇപ്പം ഞാൻ ഫൗസീൻ്റെ വീട്ടിലെത്തിയതാണ്. ഫൗസീദ ഇവിടെ കിച്ചണിൽ എന്തെല്ലോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്, നോക്കട്ടെ. സ്ഥിരം ലക്ഷദ്വീപ് മീൻ മുളകിട്ടത് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മീൻ പൊരിക്കാൻ വച്ചിട്ടുണ്ട് ഗ്രാൻഡായിട്ട് തന്നെ. മീനൊരു സൈഡ് പൊരിക്കുന്നുണ്ട്. ചിക്കൻ കുറുമ ഇവിടെ റെഡിയായിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറ് റെഡി. പിന്നെ ഇപ്പം എന്താ വേണ്ടേ? ഇത് ഫൊസി ഇവിടെ വീട് വച്ചതാണ് കേട്ടാ, റെൻറ്റിനല്ല. ഇത് ഫൊസിൻ്റെ സ്വന്തമാണ് മിനിക്കോയിൽ. ഞങ്ങളുടെ നാട്ടിലത്തെ വീട് പോലെ തന്നെ. ഞങ്ങളുടെ രണ്ടാളെ വീടിൻ്റെ പിറകുവശം ഇതുപോലെയൊക്കെ തന്നെയാണ്. ആന്ധ്രത്തിൽ അത് കാറ്റുണ്ടല്ലേ, നല്ല രസമുണ്ട്, അടിപൊളി. സ്റ്റോറിൽ കുത്തി നിറച്ചിട്ടുണ്ട്. ഇത് ഹൗസ് വാമിങ്ങിന് കിട്ടിയ ബോക്സൊക്കെയാണ് കേട്ടോ. അധികം ഇങ്ങനെ കുത്തി കയറ്റിയിട്ടുണ്ട്. മുളക് ഉണക്കി വെച്ചതായത് മുളക്. ഇത് കാശ്മീരി ചില്ലിയാണ്. ഇത് കഴുകി ഉണക്കി വെച്ചതാണ്, ഉണക്കാൻ വേണ്ടിയിട്ട്. പകുതി ഉണങ്ങിയിട്ടുണ്ട്. പൊടിക്കാനാ അരക്കാനാ? അത് പൊടിക്കുകയും ചെയ്യാം, അരക്കുകയും ചെയ്യാം. അമ്മക്കുട്ടി അഫിന ഇല്ലാണ്ട് മടിയായിപ്പോയതാ. ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ ഒരു റൂമുണ്ട് കേട്ടാ. ഇതിൽ 2 റൂമാണ്. ഇവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം, 2 റൂം, ഹാള്, ഹോള്, ഡൈനിങ്. ഇതാണ് ഫൗസിൻ്റെ ഫാമിലി. സൈഫുദ്ദീനും അഫിനയും ഇവിടെ ഇല്ല. സൈഫുദ്ദീൻ കടയിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൗസീൻ്റെ ഫാമിലി. അഫിന നാട്ടിലാണ് ഉള്ളത്. നമ്മളെ നാട്ടിൽ +2 പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അഫിന ഇല്ല. ഫൗസിക്ക് 3 കുട്ടികളാണ്, 2 പെണ്ണും 1 ആണും. പിന്നെ സൈഫുദ്ദീൻ എൻ്റെ മാമൻ്റെ മോൻ തന്നെയാണ്. ഫൗസി അറിയാമല്ലോ, ഫൗസി എൻ്റെ മുത്തമ്മാൻ്റെ മോളും. അപ്പോൾ 2 പേരും ദൂരത്തുള്ളതല്ല, എൻ്റെ സ്വന്തം ആങ്ങളെയും അനിയത്തിയും തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ആട്ടിൻകുട്ടിൻ്റെ ബാക്കിൽ ദാമിന പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഊഞ്ചലൊക്കെ ആടിയിട്ട് ഞാൻ അവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നെങ്കിൽ പോലും കുട്ടികളെ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ രാവിലെയും വൈകുന്നേരം എല്ലാം ഇങ്ങനെ അവരുടെ സഖാഫിൻ്റെ ബാക്കിലും അവർ ഓരോ വീഡിയോൻ്റെ ബാക്കിലും പിന്നെ ഇങ്ങനെ നമ്മൾ കാണാൻ പോയതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കായിപ്പോയിരുന്നു. പിന്നെ അങ്ങനെ ഫൗസീനോടും മക്കളോടൊക്കെ യാത്ര പറയുമ്പോൾ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതുപോലെ എന്നെ കാണാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും ഫൗസിയും തമ്മിൽ അങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഫൗസി മിനിക്കോയിലായിരിക്കും, ഫൗസി നാട്ടിൽ വരുമ്പോൾ ഞാൻ ദുബായിലായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളുടെ ഇടയിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, കാരണം ബന്ധങ്ങൾക്കെല്ലാം കാണുന്നതിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് താജുട്ടി
ടീച്ചറിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കിച്ചൺ കയറിയപ്പോൾ താജു ടീച്ചറിൻ്റെ ഓർഗാനിക് പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ഗ്യാങ് എത്തി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെ എന്നറിയോ, ഇന്നിപ്പോൾ കയറുന്ന ദിവസമാണ് കേട്ടോ. കയറുന്ന 3 മണിക്ക് നമുക്ക് ഷിപ്പ് കയറണം. അതിന് മുമ്പിട്ടുള്ള കുറേ ട്രിപ്പ് അടിയാണ് കേട്ടോ. അല്ല, അപ്പോൾ നമുക്ക് ഇതുവരെ കണ്ടൽക്കാട് കണ്ടിട്ടുണ്ടല്ലോ, മാംഗ്രോവ്സ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അവിടെ പോകണം, അവിടെ പോയില്ലെങ്കിൽ ഭയങ്കര നെസ്റ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളത് തേടി പോകുന്നു. 2-3 പ്രാവശ്യം നമ്മൾ തേടിപ്പോയി. പക്ഷേ വഴികളൊക്കെ തെറ്റിയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് തന്നെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി സ്ഥലമാണ്. മിനിക്കോയി പോയവർക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ച് പോയിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് വരണം. അത്രയും നല്ല ഒരു വൈബാണ് കേട്ടോ അവിടെ. അടിപൊളിയാണ്. പക്ഷെ പോകുന്ന ബൈക്കൊക്കെ ഇങ്ങനെ കൈത മരത്തിൻ്റെ ഓയിലൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കീറാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ എല്ലാവരും കൂടി ഇതാ എത്തി, നിങ്ങൾ തന്നെ പറയണം. അപ്പോൾ ഇവിടെ വെള്ളം കെട്ടി അപ്പുറം ഇപ്പുറം വെള്ളമൊക്കെ ഉണ്ടാവുന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് വെള്ളമൊന്നും ഇല്ലായിരുന്നു. എന്നാലും നല്ല വൈബായിരുന്നു. റീൽസ് എടുക്കാനായാലും നല്ല വൈബാണ്. നല്ല ഫോട്ടോസിനും നല്ല വൈബാണ്. അടിപൊളി വൈബ് തന്നെയാണ്. പോകാതെ വന്നിരുന്നെങ്കിൽ അതൊരു നെസ്റ്റായേനെ. അപ്പോൾ ഇപ്പോൾ എന്തായാലും അറിയാം, ഇനി വല്ലപ്പോഴും പോകുമ്പോഴേ നമുക്ക് അവിടെ തേടി പോകാൻ പറ്റും. അങ്ങനെ ഒരു നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചും കൂടി ഉള്ളത് കൊണ്ട് അന്നത്തെ ഒരു ഫീലുണ്ടല്ലോ, നമുക്ക് എന്തായാലും ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് യാത്ര പറയുന്ന ദിവസങ്ങളിൽ മാനസികമായിട്ട് നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇത്രയും ദിവസം എല്ലാവരും ഒന്നിച്ചുണ്ടായിട്ട് പെട്ടെന്ന് നമ്മൾക്ക് യാത്ര പറയാന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ താഴെ ടീച്ചറോടും സീനത്തിനോടും അമ്മുവിനോടും അമ്മുവിൻ്റെ വീട്ടുകാരോടൊക്കെ യാത്ര പറയുന്ന ദിവസങ്ങളും മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷേ നമ്മൾ പുറമേ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇവിടെ പോയിട്ട് ഞങ്ങളുടെ മാക്സിമം എൻജോയ് ചെയ്തു, അടിച്ച് പൊളിച്ചു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം നമുക്ക്, പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയതെങ്കിൽ പോലും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനി വീട്ടിൽ പോയിട്ട് അവർ ഫുഡൊക്കെ റെഡിയാക്കി അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കയറാറായി എവിടെയാണെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി പോയി ചോറൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് ഷിപ്പ് കയറാൻ പോകാൻ. അങ്ങനെ ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ടെടുക്കുന്നത്. കാരണം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട്, ഇതുവരെ തന്ന സപ്പോർട്ടിന് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ കമൻറ്റിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പം ഞങ്ങളുടെ ഈ രസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ നിന്ന് പോകൂട്ടാ. അപ്പോൾ ഇത് മിനിക്കോയിലത്തെ ലാസ്റ്റ് ഡേയും ലാസ്റ്റ് വീഡിയോയാണ് മിനിക്കോയിലത്തേത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഷിപ്പ് കയറും, നാളെ കൊച്ചിയിലെത്തും. അങ്ങനെ ഞങ്ങൾ 31-ാം തീയതിക്കാണ് കേട്ടോ അവിടെ നിന്ന് ഷിപ്പ് കയറുന്നത്. ഞങ്ങൾ പോയത് 16-ാം തീയതിയും വരുന്നത് 31-ാം തീയതി ഷിപ്പ് കയറിയിട്ട് 1-ാം തീയതി ന്യൂ ഇയർ ഷിപ്പിലാണ്. കിച്ചണ് നമുക്ക് മിസ് ചെയ്യൂട്ടാ. ഇല്ല എടുക്കില്ല, ഒരു വേഷത്തിലും എടുത്തില്ലല്ലോ ബേബേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ശരിക്കും മിസ് ചെയ്യും കേട്ടോ. കിച്ചണും അവിടെ ആ വീടും പിന്നെ എല്ലാവരെയും മിസ് ചെയ്യും. വാപ്പാനെയും ഉമ്മാനെയും ആ വീട്ടിലെല്ലാവരെയും മിസ് ചെയ്യും. അത്രയും നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇറങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് വാർഫിലേക്ക്. അപ്പോഴത്തേക്ക് ഷിപ്പ് രാവിലെ അവിടെ മിനിക്കോയി അങ്ങനെയാണ്, രാവിലെ വന്നിട്ട് വൈകുന്നേരമാണ് ഷിപ്പ് പോകാൻ കാർഗോ ഒക്കെ ഇറക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ ഷിപ്പ് രാവിലെ വന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യൂ ആണ് കേട്ടോ. കടലിൻ്റെ നടുക്കൂടെ എന്ത് രസം എന്ന് അറിയുമോ. എനിക്ക് നടന്നു പോകാനാണ് ഇഷ്ടം. ഇതിപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് മിനി വാനിൽ തന്നെ അങ്ങ് പോകുന്നതാണ്. പക്ഷെ നടന്നിട്ട് പോകുമ്പോഴുണ്ടല്ലോ പറയണ്ട, 1-1.5 വൈബാണ്. അത്രയും നല്ല രസമാണ്. എനിക്കെപ്പോൾ യാത്രകൾ ഈ പാലത്തിൻ്റെ മേലെ കൂടി നടന്നു പോയി കയറാനാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അതാണ് വൈബ്.
അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് കുറേ പാസഞ്ചേഴ്സൊക്കെ വന്നു. കാർഗോ ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് കാർഗോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കയറ്റുന്ന തിരക്കാണ് കേട്ടോ. അപ്പോൾ ഷിപ്പിലെ വീഡിയോയും പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞാലേ ന്യൂ ഇയർ ഷിപ്പിലായതുകൊണ്ട് ഷിപ്പിലെ ന്യൂ ഇയർ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, അത് മാത്രമായിട്ട്. അപ്പോൾ ഇന്നും അതിൻ്റെ ഒരു ചെറിയ ചെറിയ പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷിപ്പ് കയറിയിട്ട് ബാക്കി വീഡിയോ കണ്ടാലോ? നിങ്ങൾ ആസ്വദിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷിപ്പ് യാത്ര എന്ന് പറഞ്ഞാൽ എനിക്കൊരു നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു യാത്രയാണ്. ഷിപ്പ്, ട്രെയിന്, ബസ് ഇങ്ങനത്തെയൊക്കെയുള്ള യാത്രകളൊക്കെ ഉണ്ടല്ലോ, നല്ലോണം എൻജോയ് ചെയ്യുന്നൊരു യാത്രയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുണ്ടാകുമ്പോൾ ഉണ്ടാവുള്ള വൈബ് വേറെ തന്നെയല്ലേ. പക്ഷേ വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. അമ്മും കരഞ്ഞു, ഞാനും കരഞ്ഞു എന്ന് പറയാം. കാരണം ഇത്രയും ദിവസവും ഒരേപോലെ രാത്രിയും പകലും ഒന്നിച്ചുണ്ടായിട്ട് പിരിയുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. അതുപോലെ തന്നെ അമീനായാലും ജുബൈരി ആയാലും സീനത്ത് ടീച്ചറായാലും താജു ടീച്ചറായാലും അമ്മുവിനൊക്കെ പിന്നെ പറയേണ്ട എടുക്കാനുണ്ടായിരുന്നില്ല, അത്രയും വിഷമമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മളിതാ ഷിപ്പ് കയറി. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കണ്ടിട്ട് കാര്യങ്ങൾ പറ.
അപ്പോൾ മിനിക്കോ ഇന്ന് ഷിപ്പ് വിട്ടു. അപ്പോൾ കുറച്ച് ലേറ്റായിരുന്നു, കാർഗോ ഒക്കെ കയറ്റാനുള്ളത് കൊണ്ട് കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ ഇതൊക്കെ പിന്നെ ഷിപ്പിലെ ക്രൂസുമാർ അവിടെ ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മുകളിലത്തെ നിലയിൽ. പിന്നെ അവർക്ക് ആ ക്രൂസുമാർക്ക് അന്ന് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ ഒരു ഡിന്നർ ടൈം കഴിഞ്ഞ ശേഷം ഇവർക്ക് ഒരു 9 മണി സമയത്ത് അവർക്ക് ക്രൂസുമാർക്ക് മാത്രമായിട്ട് നല്ല സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി എമ്മി ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ, ഇതിൻ്റെ ന്യൂ ഇയറിൻ്റെ വീഡിയോയിൽ കംപ്ലീറ്റ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ വന്ന് പോയി കാണണം. അപ്പോൾ അതിനൊരു ചെറിയൊരു ഭാഗമാണിത് കേട്ട്. കാരണം അവരെ സെറ്റാക്കിയതും ആ ക്രൂസുമാരെല്ലാവരും കൂടിയിട്ട് അവരുടെ ഒരു ടൈമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 12 മണിക്കാണ് കേക്ക് കട്ടിങ് ചെയ്തത്. അതിന് മുമ്പേ ഇത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവരൊന്ന് റിലാക്സ് എല്ലാവരും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു കേട്ടോ. മുകളിൽ മൈക്ക് സെറ്റൊക്കെ സെറ്റാക്കിയിട്ട് ലൈറ്റിങ്ങും എല്ലാം കാര്യങ്ങളും സെറ്റാക്കിയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ആ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ന്യൂ ഇയർ ഷിപ്പിൽ കിട്ടുന്നത്. കാരണം ഞാൻ അധികവും ന്യൂ ഇയറിന് ഇവിടെ കൊച്ചിയിൽ ഇന്ത്യയിലുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടൂറ് പോകുകയോ അല്ലെങ്കിൽ കൊച്ചിയിൽ തന്നെ ആയിരിക്കും, ഇല്ലെങ്കിൽ ദുബായിലായിരിക്കും. അങ്ങനെ ഷിപ്പിൽ യാത്രകളിൽ നമുക്ക് ലക്ഷദ്വീപ് ഷിപ്പിൽ ആദ്യത്തെ അനുഭവമാണ് കേട്ടോ ഈ ന്യൂ ഇയർ. ശരിക്കും എൻജോയ് ചെയ്തു. എല്ലാം നമുക്കറിയാവുന്ന പിള്ളേർ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട്, പ്രത്യേകിച്ച് ലക്ഷദ്വീപ് ഷിപ്പിൽ നമുക്ക് സ്വന്തം വീട് പോലെയാണ് കേട്ടോ. കാരണം അത്രയും ഫ്രീ ആയിട്ടാണ് നമ്മളെ പിള്ളേരെല്ലാവരും നല്ല പിള്ളേരാണ്. അപ്പോൾ പിന്നെ ലേറ്റായിട്ട് കിടന്നുറങ്ങി എണീറ്റിക്കുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പോൾ അന്ന് ഉപ്പുമാവും ബ്രെഡും പഴമൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അവിടെ വന്നിരുന്നിട്ട് കുറച്ച് കടലൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത്, നല്ല രസമാണ് ഇങ്ങനെ ചുമ്മാ കടലിൽ നോക്കി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് ലോകത്തെവിടെയും കിട്ടില്ല എന്നാണ് എനിക്കുള്ള ഒരു ധാരണ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൊച്ചി കാണാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ കൂടെ ഉള്ളവരെവിടെയാണെന്ന്. അവർ റൂമിലാണ്, അവർക്ക് വോമിറ്റിങ്, അവർ ഷിപ്പിൽ കയറി ആ സമയത്ത് കിടന്ന് അവർ എണീറ്റിട്ട് ഫുഡ് പോലും കഴിക്കാണ്ട് ആ കിടന്ന് അങ്ങനെയുണ്ട്. ചിലർക്ക് അങ്ങനെയാണ്, നടക്കാൻ പറ്റില്ല, വോമിറ്റിങ് ഉണ്ടാവും, തലകറക്കം ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓടി നടക്കുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ എടുക്കണമല്ലോ, എൻ്റെ എല്ലാ ജേണിയും നിങ്ങൾക്കൊക്കെ ഒപ്പമല്ലേ. അപ്പോൾ ഈ ജേണിയും നിങ്ങളെ വിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് ഷിപ്പിൻ്റെ പുറത്തിലത്തെ കാഴ്ച. അപ്പോൾ എല്ലാവരും കൊച്ചി അടുക്കാറാവുമ്പോൾ എല്ലാവരും റെഡിയായിട്ട് വന്ന് മുകളിൽ നിൽക്കും കേട്ടോ. കൊച്ചിൻ്റെ ആ ഭംഗി കാണാൻ, ആ ഷിപ്പ് കടന്നു വരുന്ന ആ കൊച്ചിയിലേക്ക് കടന്നു വരുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അപാരം തന്നെയാണ്. അത് എവിടെ പോയാലും നമുക്ക് ലക്ഷദ്വീപിൽ പോയി അടുക്കുമ്പോഴും ആ ഒരു വ്യൂ നല്ല രസമല്ലേ. അതുപോലെ തന്നെയാണ് കൊച്ചിയിലോട്ട് ഇങ്ങനെ ഷിപ്പ് കടന്നു വരുമ്പോൾ 2 സൈഡുമായിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അത് കാഴ്ച കണ്ടിട്ട് അങ്ങനെ നിൽക്കാൻ സമയം പോകുന്നേ അറിയില്ല, അത്രയും നല്ല വ്യൂ ആണ്. പിന്നെ ഇനിയിപ്പോൾ ഇത് നല്ലപോലെ അടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ആൾക്കാർ മുകളിൽ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും അവരുടെ ഇത് നമ്മളുടെ നാട്ടിൽ ലക്ഷദ്വീപ് ഷിപ്പ് തന്നെയാണ്, അറേബ്യൻ സീ. അപ്പോൾ അത് അവർ വാർഫിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓടുന്നില്ല. അപ്പോൾ അവിടെ കിടന്ന്, അപ്പോൾ അത് ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്താണ്. നമ്മളുടെ പാസഞ്ചർ ഷിപ്പ് തന്നെയാണ് കേട്ടോ അത്, അറേബ്യൻ സീ എന്ന് പറയും. അപ്പോൾ വാർഫിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വാർഫിലോട്ട് അടുത്തിട്ട് പിന്നെ അതിൻ്റെ നമുക്ക് ഏണി വെച്ച് തരും കേട്ടോ ഇറങ്ങാൻ. ഏണിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് സാവധാനമാണ് ആൾക്കാരെയൊക്കെ ഇറക്കാൻ. ധൃതി കൂട്ടിട്ട് ആരെയും ഇറക്കില്ല. ആദ്യം തന്നെ പേഷ്യൻറ്റിനെയാണ് കേട്ടോ ഇറക്കാൻ. പേഷ്യൻറ്റിൻ്റെ പിന്നെ അവിടെ ആംബുലൻസൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പേഷ്യൻറ്റിനെയാണ് ഇറക്കാൻ. അപ്പോഴത്തേക്ക് ഇതാണ് നമ്മളുടെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഷിപ്പിൻ്റെ ആ മുകളിലത്തെ നിലയിൽ. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ സംസാരിച്ചിട്ട് സമയം പോകുന്നത്. നമുക്ക് പല നാട്ടിൽ ഇതിപ്പോൾ മിനിക്കോയിൽ നിന്ന് വന്നതുകൊണ്ട് മിനിക്കോയ്ക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വല്ലവരും ആയിരിക്കും പുറത്ത് മറ്റുള്ള ഐലൻഡേഴ്സ് ഉണ്ടാകാനും. ബാക്കിയുള്ള ഐലൻഡേഴ്സ് പോകുമ്പോൾ അങ്ങനെയല്ല, ഒരുവിധം 2-3 ഐലൻഡേഴ്സിൽ ഒന്നിച്ച് പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണാത്തവരെ പോലെ കണ്ട് നമുക്ക് ആ ഒരു സൗഹൃദം പുതുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഷിപ്പിൻ്റെ ഒരു
ഇത് പിന്നെ ഇതാ വാർഫിലോട്ട് അടുപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാ ഏണിയൊക്കെ വെച്ചു. ഇനി പതുക്കെ പാസഞ്ചേഴ്സിനെ ഇറക്കാൻ തുടങ്ങും. ഞങ്ങളങ്ങനെ പോവാണ്. ഇവിടെ ഷിപ്പിലാണ്, ഇറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ ട്രാവലിംഗ് പാർട്ട്ണർ മാത്രമല്ല, എല്ലാമായ ഞങ്ങളുടെ കുടുംബത്തോട് പോവാണ്. ഞങ്ങൾ ഒരു വണ്ടിക്കാണ് വന്നത്. ഒരുപാട് ലഗേജ് കൂടുതലുള്ള 2 വണ്ടിക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് അടിച്ച് പിരിഞ്ഞ് പോവാണെന്നാണ് വിചാരിച്ചത്. ഞങ്ങളുടെ നാട്ടിലെ കല്യാണം കരയുന്നുണ്ടോ നോക്കട്ടെ. കാണുന്നു. ഞങ്ങൾ എപ്പോഴും അടിയായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് പിരിയാൻ തരുന്ന ചെറിയൊരു വിഷമം. പിരിയുന്നത് എറണാകുളത്ത് മാലുവയിലോട്ടാണ്. കളമശ്ശേരി ആൻഡ് എറണാകുളം അത്രേ ഉള്ളൂ. ബട്ട് ഞങ്ങൾ 16 ദിവസം ഒരുമിച്ചായിരുന്നല്ലോ. ഇത്രയും ദിവസം അങ്ങനെ ഒരുമിച്ച് നല്ലൊരു വൈബായിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഗമ്പത്തോളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഓരോ ഇമോഷൻസും അതിനകത്ത് ഞങ്ങൾ പച്ചയായ രീതിയിലാണ് എടുക്കുന്നത്. ഇതിൽ യാതൊരുവിധ ആർട്ടിഫിഷ്യലും ഇല്ല എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഞങ്ങളുടെ ജേണി അടിപൊളിയായിരുന്നില്ലേ? ഇവിടെ അവസാനിക്കാണ് ലക്ഷദ്വീപിൽ. ഞാൻ അടുത്ത ദ്വീപിലോട്ട് ഇവർ പോകും. ഞങ്ങൾ ഉണ്ടാവും, അറിയില്ല വേറൊരു വൃത്തിയില്ലാത്തതുകൊണ്ട് ഗൈസ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഷിപ്പിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ഇറങ്ങാൻ നേരം യാത്രയൊക്കെ പറഞ്ഞു. നല്ല വിഷമമുണ്ടായിരുന്നു. അതുവരെ ഒരേ പോലെ പോയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ അങ്ങ് ആലുവയിലേക്കും ഞാൻ MG റോട്ടിലേക്കാണ് വരുന്നത്. പക്ഷേ വരുമ്പോൾ നമ്മൾ ലഗേജ് കൂടുതലുണ്ട്, ഒരു വണ്ടിയിൽ വരാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അവിടെ ലൈജു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പോൾ നമ്മുടെ റോയൽ ഫോണിൻ്റെ ഓട്ടോ ഉണ്ടായിരുന്നല്ലോ, ലൈജു ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ലൈജു എന്നെ വെയിറ്റ് ചെയ്തിട്ട് പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഡോക്ടറിൻ്റെ അവരുടെ വണ്ടിയും പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ലഗേജ് കിട്ടിയപ്പോൾ അവർ യാത്ര പറഞ്ഞിട്ട് അവർ പോയി. പിന്നെ എൻ്റെ ലഗേജും കിട്ടിയപ്പോൾ ഞാനും പിന്നെ അങ്ങ് വന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ ഞങ്ങൾ ഷിപ്പിൽ വെച്ചിട്ട് തന്നെ യാത്ര പറഞ്ഞിട്ട് നല്ല വിഷമായിരുന്നു. നല്ല വിഷമമാണ്. അപ്പോൾ ഇനിയും ഞങ്ങളുടെ യാത്രകളൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെയൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് കൂടി നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. ഞങ്ങളുടെ ബോണ്ട് എങ്ങനെയാണെന്നും അറിയിക്കണേ. അപ്പോൾ ഇതാണ് നമ്മളുടെ കൊച്ചി എത്തിയിട്ട് എല്ലാ പാസഞ്ചേഴ്സും ഇറങ്ങിയിട്ട് നമ്മൾ ലഗേജൊക്കെ ഉണ്ടല്ലോ, ലഗേജൊക്കെ നമുക്ക് അവിടെ ഇറക്കി താഴെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എടുത്തിട്ട് നമുക്ക് നമ്മുടെ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് പോകാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ബസ് സ്കാനിങ് സെൻറ്ററിൽ വന്നിട്ട് അവിടെ ഇറക്കിത്തരും. നമുക്ക് ലഗേജും അവിടെ വന്നിട്ട് ഇറക്കിത്തരും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ ഇത് പുറത്തെത്തി, എറണാകുളം വാർഫായിരുന്നു. അപ്പോൾ പുറത്തെത്തി ലഗേജ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി കയറിയിട്ട് അവരങ്ങോട്ടും പോയി, ഞാൻ ഇങ്ങോട്ടും പോയി. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അതുവരേക്കും ബായ്.